വീട്ടിൽ ചെറിയ വഴക്കിടുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ചിലർ പറയാറുണ്ട്. എറണാകുളം ആലങ്ങോട് സ്വദേശിനി മരിയ റോസ് ഇങ്ങനെ വഴക്കുണ്ടായപ്പോൾ ഭർത്താവിനെ പേടിപ്പിക്കാൻ ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കി. പിന്നീട് സംഭവിച്ചത് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമാണ്. ഭാര്യ ജീവനൊടുക്കിയതിൽ മനംനൊന്ത് ആശുപത്രിയിൽ വെച്ച് ഭർത്താവ് ഇമ്മാനുവേലും തൂങ്ങി മരിച്ചു. ഒരു നിമിഷത്തെ വൈകാരിക പ്രകടനം 28 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും ഒരു 1.5 വയസ്സുകാരനെയുമാണ് അനാഥരാക്കിയത്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് മരിച്ച ഇമ്മാനുവേലും മരിയ റോസും. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി ആലങ്ങാട് സ്വദേശികളായ ഭർത്താവും ഭാര്യയും ആത്മഹത്യ ചെയ്തത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് എത്തിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാര്യ പ്രസവിച്ച് 28 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. 1.5 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുമുണ്ട് ഇവർക്ക്. ഈ 2 കുഞ്ഞുങ്ങളെയും അനാഥമാക്കിയാണ് കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛനും അമ്മയും മരണത്തിന് കീഴടങ്ങിയത്. ഈ ഇമ്മാനുവേൽ എന്നയാൾ വീട്ടുകാരുമായും അയൽവാസികളുമായും നിരന്തരം വഴക്കുണ്ടാക്കി വരുന്ന ഒരാളായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. മാത്രമല്ല, ഈ വഴക്ക് ഉണ്ടാക്കാതിരിക്കാൻ ഈ മരിയ റോസ് എന്ന ഭാര്യ പഠിച്ച പണി 18 നോക്കുകയും ചെയ്തു. ഇതിലൊന്നും വിജയം കാണാതെയാണ് ഇനി വഴക്കുണ്ടാക്കിയാൽ തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തുകയുണ്ടായത്. തുടർന്ന് വഴക്കുണ്ടാവുകയും അയലത്തുകാരുമായി വഴക്കുണ്ടാവുകയും ഈ വഴക്കിനെ തുടർന്ന് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മഞ്ഞുമ്മലിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇമ്മാനുവേൽ ഭാര്യയുമായി എത്തുകയാണ്. രാത്രി 10:30 മരിയ റോസ് മരണത്തിന് കീഴടങ്ങി. ഇതിൽ മനംനൊന്താണ് ഇമ്മാനുവേൽ അവിടുത്തെ എക്സ്റേ റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം, അതായത് സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്തെന്നാൽ, ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പോസ്റ്റ്മോർട്ടം, അതേ തുടർന്ന് ഡിപ്രഷൻ വലിയ പ്രശ്നമാണ്. അതായത് ഏതൊക്കെ തരത്തിലുള്ള മൂഡ് സ്വിങ്ങുകളാണ് ഈ സമയത്ത് ഉണ്ടാവുക. ചിലപ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ആകാം, അതല്ലെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം, അതല്ലെങ്കിൽ ആങ്സൈറ്റി ആയിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷാദ രോഗങ്ങളായിരിക്കാം. എന്തായാലും മൈൻഡ് സ്റ്റേബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഘട്ടത്തിലൊക്കെ സ്ത്രീകൾ കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യം ഒപ്പമുള്ള ആൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെ ഇത്തരം വലിയ വലിയ വിപത്തുകളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ ചോദ്യചിഹ്നമാകുന്നത് വീട്ടുകാർ, അതായത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും. വീട്ടുകാരെ വെറുപ്പിച്ച് ഇറങ്ങി വന്ന പെൺകുട്ടിയാണ് മരിയ റോസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വീട്ടുകാർ ഇടപെടില്ല എന്നൊരു കടുത്ത നിലപാടും എടുത്തിരിക്കുന്നു. ഇവിടെ അനാഥമാകുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. മാത്രമല്ല, ഇവരെ ഏറ്റെടുക്കാൻ മറ്റാരുമില്ലാത്തൊരു സാഹചര്യം കൂടി വരുമ്പോൾ ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ അവരുടെ വൈകാരികതയുടെ തീവ്രതയിൽ അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്നതിനെ പറ്റി പോലും ഇവരെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ പോലും ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതുമാണ്. ഇതിനകത്ത് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ മരിയ റോസ് ഒരുപക്ഷെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിൻ്റെ മറ്റു ഡിപ്രഷൻ സിൻഡ്രത്തിന് അടിമയായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അതായത് വഴക്കിടുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നാൽ നീ ആത്മഹത്യ ചെയ്യുമെന്ന് ഭർത്താവ് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ആത്മഹത്യയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഒരുപക്ഷെ അത് തന്നെയാകാം. പക്ഷേ ഇത് പറയാൻ, അല്ലെങ്കിൽ താങ്ങായി നിൽക്കാൻ വീട്ടുകാരോ അതല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള സ്ത്രീകൾ ഇങ്ങനെ മരണം തിരഞ്ഞെടുത്തേക്കാം എന്ന് തന്നെയാണ് മനഃശാസ്ത്രജ്ഞന്മാരും വിശദീകരിക്കുന്നത്. എന്തായാലും ഈ അച്ഛൻ്റെ അമ്മയുടെയും വൈകാരിക നിലപാടോട് അവശേഷിക്കുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അനാഥത്വമാണ്.